أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا. صدق الله العلي العظيم. نريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എത്രയും സ്നേഹാദരം നിറഞ്ഞ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കാൻ സൗഭാഗ്യം ശ്രദ്ധിച്ച സ്നേഹനിധിയായ സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സസൂക്ഷ്മം ജീവിതത്തിൽ പുലർത്തി യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവരുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് സമ്പത്ത്. നമ്മൾ നാടൻ ഭാഷയിലൊക്കെ പറയും, കുറച്ച് വിലയൊക്കെ വേണമെങ്കിൽ പൈസ കയ്യിലുണ്ടാവണം. എന്നാൽ വിശുദ്ധ ഖുർആനും സുന്നത്തും പരിശോധിക്കുമ്പോൾ സത്യവിശ്വാസികളെ യഥേഷ്ടം സമ്പാദിക്കാൻ പ്രോത്സാഹിപ്പിച്ച ദർശനമാണ് ഇസ്ലാം എന്നതിനെ കുറിച്ച് നമ്മൾ എത്ര പേർക്ക് ധാരണയുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധിയുടെ അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു സന്ദർഭം പരിശോധിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്, മക്കയിൽ പോയി ഉംറ ചെയ്തതായിട്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന ഏതൊരു സ്വപ്നവും അത് അള്ളാഹുവിന്റെ കൽപ്പനയായിട്ടാണ് കണക്കാക്കേണ്ടത്. അങ്ങനെ സ്വഹാബികളെ ഈ വിവരം അറിയിച്ചു, മക്കയിൽ പോയി ഉംറ ചെയ്യണം. പക്ഷെ അന്ന് ഈ കൽപ്പന ലഭിച്ച സന്ദർഭം എന്ന് പറയുന്നത് മക്കയിലേക്ക് പോകാൻ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാതിരുന്ന, പ്രായോഗികമായിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നില്ല. ബദറും ഉഹുദും കഴിഞ്ഞു. ഏകദേശം ഹിജ്റ 6-ാം വർഷത്തോളം എത്തിയ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുക എന്നുള്ളത് ഖുറൈശികൾ മുസ്ലിങ്ങളെ കയ്യിൽ കിട്ടിയാൽ തീർക്കാൻ കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആത്മഹത്യാപരമായ നിലപാടായിട്ടാണ് പൊതു ആളുകൾ കണക്കാക്കുക. ഈ ഘട്ടത്തില് ദുർബലരായ വിശ്വാസികൾ പല കാരണവും പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. കാരണം അവരുടെ വീക്ഷണത്തിൽ ഇതൊരു ബുദ്ധിപരമായ നീക്കമല്ല, നിങ്ങളുടെ ജീവൻ എന്തായാലും നഷ്ടപ്പെടും, പോകുന്ന ആരും തിരിച്ചു വരാൻ സാധ്യതയില്ല. അവർ പറയുന്നുണ്ട്, അങ്ങനെ മാറിയുന്ന ആളുകൾ സയഖൂലുൽ ലക്കൽ മുഖല്ലഫൂന മിനൽ അഅറാബി ശഗലത്നാ അംവാലുന വ അഹ്ലൂന, ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ കുടുംബത്തെ വിചാരിച്ച് ഞങ്ങൾ മാറി നിൽക്കേണ്ടി വന്നതാണ് എന്നവർ പിന്നീട് ഏറ്റു പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ മാറി വന്നു. പലപ്പോഴും ആളുകളെ ദീനീ പ്രവർത്തനം തടയുന്ന രണ്ട് കാര്യങ്ങൾ അങ്ങനെയായിരിക്കുമല്ലോ.
എന്നാൽ ഒരുപറ്റം ആളുകൾ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. പക്ഷെ നമ്മൾ ചരിത്രത്തിൽ കേട്ടതുപോലെ തന്നെ അവർക്ക് ഉംറ ചെയ്യാൻ കഴിയാതെ തിരിച്ചു വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടുന്ന ചരിത്രപരമായിട്ടുള്ളൊരു കരാറാണ് ഹുദൈബിയ സന്ധി. അങ്ങനെ ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടുകയാണ്. അവിടെ ബൈഅത്ത് റിദ്വാൻ എന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ നടക്കുന്നുണ്ട്. ബൈഅത്ത് റിദ്വാൻ ചരിത്ര പ്രസിദ്ധമാണത്. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഹുദൈബിയ സന്ധി നടന്നു. മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടുന്ന് തിരിച്ചു വരികയാണ്. അവിടെ കുറെ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഘട്ടത്തിൽ അനുസരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന, ഉമർ റളിയല്ലാഹു ഒരർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്ന, ഇങ്ങനെ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അവിടെ വിഷയം അതല്ല. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഏകദേശം 3 മാസം മാത്രം കഴിഞ്ഞപ്പോ ജൂതന്മാരുടെ വലിയൊരു കേന്ദ്രം, അതിന് പറയുക ഖൈബർ വിമോചനം നടക്കുന്നുണ്ട്. അങ്ങനെ ഖൈബർ വിമോചന യാത്രക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുയായികൾ പോവാണ്. അപ്പൊ ഈ ഘട്ടത്തിൽ കാണുന്ന കാഴ്ച, നേരത്തെ മക്കയിൽ ഉംറ ചെയ്യാൻ പോകാൻ പറഞ്ഞ ഘട്ടത്തിൽ തങ്ങളുടെ ജീവന് ഭീഷണിയാകുമെന്ന് കരുതി മാറിയുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ ഘട്ടത്തിൽ ഖൈബർ വിമോചനത്തിന് പോകാൻ ഒരുങ്ങിയപ്പോ 3 മാസം കഴിഞ്ഞിട്ടല്ലോ കേട്ടോ, അവര് പറഞ്ഞു ഞങ്ങളും കൂടെ വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് വലിയ റിസ്ക് ഉള്ള പണിയല്ല. ഇന്ന് മാത്രമല്ല, റിസ്ക് കുറവാണെങ്കിലോ ഖൈബർ വിമോചനത്തിലൂടെ വലിയ സമ്പത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും നോക്കുമ്പോൾ എന്താണ് അവര് പറഞ്ഞു ഞങ്ങൾ വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിലെ 15-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, സയഖൂലുൽ മുഖല്ലഫൂന ഇദൻ തലഖതും ഇലാ മഗാനിമ ലിതഅഖുദൂഹാ ദറൂന നതബിഅകും. നിങ്ങൾ ഗനീമത്ത് സ്വത്ത് എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കൂടെ വരാട്ടോ. യുരീദൂന യുബദ്ദിലു കലാമല്ലാഹ്. ഖുർആൻ പറയുന്നത് എന്താണോ, അള്ളാഹുവിന്റെ കൽപ്പന ഒരു മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഖുല്ലൻ തത്തബിഊന. അതുകൊണ്ട് അവരോട് പറയണം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരാൻ പാടില്ല. കദാലികും ഖാല അല്ലാഹു മിൻ ഖബൽ. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. എന്താണ് അള്ളാഹുവിന്റെ കൽപ്പന? നേരത്തെ മക്കയിലേക്ക് ഉംറക്ക് വേണ്ടി പുറപ്പെടുകയും ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഖൈബർ വിമോചനത്തിന് പോകാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഖൈബർ വിമോചനത്തിൽ ലഭിക്കുന്ന വലിയ സമ്പത്തിന് അർഹതയും ആർക്ക് മാത്രമേ ഉള്ളൂ? നേരത്തെ അള്ളാഹുവിനെ സമർപ്പിച്ച ആളുകൾക്ക്. അപ്പൊ അവർ പറയുന്നുണ്ട്, ഫസയഖൂലൂന ബൽ തഹ്സുദൂനനാ. നിങ്ങൾക്ക് ഞങ്ങളോട് ഭയങ്കര അസൂയാണ് എന്നവർ പറയുന്നുണ്ട്. ആര്? ഈ മാറി നിന്ന മനസ്സിൽ നിഫാഖ് ഉണ്ടെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട, വിമോചന യാത്രകളുമായി ബന്ധപ്പെട്ട ചരിത്രം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് സമ്പത്ത് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഗനീമത്ത് സ്വത്തിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയ സമ്പത്തിനെ കുറിച്ച്. ഈ ഒരു സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന പാഠം എന്താ? ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന് സമർപ്പിക്കാൻ തയ്യാറായപ്പോ അവർക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്താ? ഒന്ന്, പരലോകത്ത് ഉന്നതമായ സ്ഥാനം അവർക്ക് ഉറപ്പ് നൽകപ്പെട്ടു. രണ്ടാമതോ, ദുനിയാവിൽ അവർക്ക് വലിയ സമ്പത്തിനും അവർ അർഹരാക്കി. എന്നാല് ദുനിയാവില് അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങുമ്പോ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സമ്പത്ത് ഇതാണ് നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തെക്കാൾ വലുത് എന്ന് കരുതി മാറുന്നവരോ, അവർക്ക് ദുനിയാവും നഷ്ടപ്പെട്ടു, ഹസ്രത്ത് ദുനിയ വൽ ആഖിറ, ആഖിറവും നഷ്ടപ്പെട്ടു. അല്ലെ? ഈ ഒരു സംഭവം ഉദ്ധരിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഇന്ന് ഈ ഒരു നിമിഷം, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഫലസ്തീനെ കുറിച്ചൊക്കെ പല വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടാകും. ലോകം മുഴുക്കെ ഇത്തരം അനീതിക്കെതിരെ പ്രതികരിച്ചു കൊണ്ടിരുന്നിട്ടും എന്താണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാത്തതിന്റെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. വൻശക്തികളുടെ വലിയൊരു സപ്പോർട്ട് അക്രമികൾക്ക് ലഭിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയെ കുറിച്ച് ഞാൻ ഇന്ന് സെർച്ച് ചെയ്തപ്പോ അവരുടെ വൻശക്തിയുടെ ഏറ്റവും വലിയ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയാണ്. ടെക്നോളജി ഒക്കെ അതിന് ശേഷം വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു സൊസൈറ്റിയുടെ തന്നെ നിലനിൽപ്പില് ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി എന്താ? സമ്പത്താണ്. മാർക്സിന്റെ തിയറിയിൽ അദ്ദേഹം പറയുന്നത്, ഒരു സമൂഹത്തിന് 2 സ്ട്രക്ചറുകളുണ്ട്. ഒന്ന് ബേസ് സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും. ബേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമ്പത്ത് വ്യവസ്ഥയാണ്, എക്കണോമിയാണ് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം. എന്ന് മാത്രമല്ല, സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന അത് ഫാമിലി ആവാം, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ആവാം, കൾച്ചർ ആവാം. ഇങ്ങനെ ലോകത്ത് വരുന്ന
ഒരു സമൂഹത്തിന്റെ ഉന്നതമായിട്ടുള്ള എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ഈ ബേസ് സ്ട്രക്ചറാണ്, ഒരു സമ്പദ് വ്യവസ്ഥയാണെന്നാണ് മാർക്സ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം ഇതിനെക്കുറിച്ച് കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഒരു സമൂഹത്തില് ഇസ്ലാമിക സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായ സംഗതിയാണ് സമ്പത്ത് എന്ന ബോധ്യം കൊണ്ട് തന്നെ ഇസ്ലാം അതിനെ അപ്രോച്ച് ചെയ്ത് വളരെ പോസിറ്റീവായിട്ടാണ്, ഒരിക്കലും നെഗറ്റീവായിട്ടില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തില് ആളുകൾ ഇങ്ങനെ സമ്പത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിന് ഭയങ്കര മോശമായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ സമ്പാദിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് ദുനിയാവിന്റെ പുറകെ നടക്കുന്നതായിട്ടുള്ള ചില ഡിസ്കഷൻ നമ്മൾ കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പേരുണ്ട്. അതില് 6 പേരെ കുറിച്ചും പറയുക, അതിൽ 6 പേരും യഥാർത്ഥത്തിൽ എക്സ്ട്രീംലി വെൽത്തി ആയിട്ടുള്ള ആ സമൂഹത്തിലെ അതിസമ്പന്നര ആളുകളായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുക. 2 പേര് അതേപോലെ തന്നെ മറ്റൊത്തത്തിൽ സാമ്പത്തിക മുന്നേറി നിൽക്കുന്ന ആളുകളെ എന്ന് പറഞ്ഞാല് ഇസ്ലാമിക സമൂഹം ഏതൊരു കാലത്ത് ഫ്ലറിഷ് ആയിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ വലിയ അർത്ഥത്തിൽ സമ്പാദിക്കാൻ വേണ്ടി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുറാനിൽ തന്നെ ചില പ്രയോഗങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. സ്വർഗത്തെ കുറിച്ച് പോലും പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സൂറത്തു സഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഹൽ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ, അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അവിടെ പറയുന്നത് എന്താ? അലാ തിജാറത്തിൻ, ഒരു ബിസിനസിനെ കുറിച്ച് അല്ലെ, തുൻജീകും മിൻ അദാബിൻ അലീം. പക്ഷെ ഈ ബിസിനസിന്റെ പ്രത്യേകത വേദനാജനകമായ ശിക്ഷയിൽ നിങ്ങൾ രക്ഷിക്കും. എന്താ പറഞ്ഞത്? തുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലും വിശ്വസിക്കണം. ഇനി നിങ്ങൾ ജിഹാദ് ചെയ്യണം. ജിഹാദ് ചെയ്യേണ്ട എന്ത് കാര്യത്തിലാ? വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ട ഫസ്റ്റ് പറഞ്ഞതിനെ കുറിച്ചാ, ബിഅംവാലികും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്. എന്നിട്ട് എന്തിനെ കുറിച്ച് പറഞ്ഞത്? വഅൻഫുസികും, പിന്നെ നഫ്സ് പറഞ്ഞത് അല്ലെ. സമ്പത്തിന് പ്രാധാന്യം എന്തിനാ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ട് ജിഹാദ് എന്ന് പറഞ്ഞത്? നമുക്ക് അത്യാവശ്യം ഒരു സൊസൈറ്റിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സമ്പത്ത് കൊണ്ട് ജിഹാദ് എന്നുള്ളത്, അല്ലെങ്കിൽ സമ്പത്ത് ജിഹാദിന് എത്രമാത്രം അനിവാര്യമാണ് നമുക്ക് എന്ത് ചെയ്യും പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്ത് തൗബയില് 20-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടുക്കല് അഅ്ലമു ദറജ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അല്ലെ. നമ്മള് നാളെ പരലോകത്ത് എന്നാൽ ആഗ്രഹിക്കുക സ്വർഗത്തിൽ ഏതോ ഒരു സ്പേസ് കിട്ടണമെന്നല്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമുള്ള ആ ഉന്നതമായ സ്വർഗീയ സ്ഥാനം നമുക്ക് ലഭിക്കണം അല്ലെ. അള്ളാഹുവിന്റെ ഹബീബില്ലാത്ത സ്വർഗം നമുക്കെന്തിനാ? യഥാർത്ഥത്തിൽ ആ ഉന്നതമായ സ്ഥാനം ലഭിക്കാനുള്ള ഒരു വഴിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ 20-ാമത്തെ ആയത്തിൽ പറയുന്നത്, അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം, വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ വജാഹദു ഫീ സബീലില്ലാ, ജിഹാദ് ചെയ്യുന്നു. ഫസ്റ്റ് പറഞ്ഞതിനെ കുറിച്ചാ ബിഅംവാലിഹിം, സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യുന്നു. വഅൻഫുസിഹിം, പിന്നെ നഫ്സിനെ കുറിച്ച് പറയുന്നത് അഅ്ലമു ദറജതൻ ഇൻദല്ലാഹ്, അവർക്ക് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം. എന്നിട്ട് പറയാണ് വഉലൈക ഹുമുൽ ഫായിസൂൻ, ആരാണ് സക്സസ്ഫുൾ എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന ഉത്തരമാണ് ഇത്തരം ആളുകളാണ് വിജയികളായ ആളുകൾ. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഹശ്റിൽ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, യഥാർത്ഥത്തിൽ മനസ്സിന്റെ പിശുക്കിന്ന് രക്ഷപ്പെടുന്ന ആളുകളാണ് വിജയികളാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു സമൂഹത്തെ, ഒരു ജനതയെ വളർത്തിയെടുത്തൊരു ദർശനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാമിലെ യുദ്ധങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെ കിട്ടിയ അറിവുകൾ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണമാണല്ലോ അല്ലെ. യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ, പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാല് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഒരു മനുഷ്യൻ ജീവൻ പോലും കൊടുക്കേണ്ടതിനെ കുറിച്ചാണല്ലോ. അതിൽ വിജയിക്കുന്ന ആളുകളാണല്ലോ ശുഹദാക്കൾ അല്ലെ. ശുഹദാക്കളുടെ സ്ഥാനത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല, അത്രമാത്രം ഉന്നതമായ സ്ഥാനമാണ്. പക്ഷേ യുദ്ധത്തിന് പോകുമ്പോൾ പോലും പലപ്പോഴും കണ്ടീഷനായിട്ട് വെക്കപ്പെടുന്ന യുദ്ധത്തിന് ലഭിക്കുന്ന ഗനീമത്ത് സ്വത്ത് ലഭിക്കുമെന്ന ഒരു സന്ദർഭം പറയാം. ഒരിക്കല് അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അംർ ഇന്നി ഉരീദു അൻ അബഅതക അലാ ജയ്ഷിൻ ഫയുഗ്നിമുകല്ലാഹ്. എന്താ പറയുന്നതെന്നോ? വളരെ രസകരമായ ഒരു സംഭവമാണ്. അംറെ, താങ്കളെ ഞാൻ ഒരു സംഘത്തിന്റെ കൂടെ, ഒരു പോരാട്ട സംഘത്തിന്റെ കൂടെ അയക്കാൻ ഉദ്ദേശിക്കുന്നു. അല ജയ്ഷിൻ, ഒരു സൈനിക സംഘത്തിന്റെ കൂടെ. ഫയുഗ്നിമുകല്ലാഹ്, നിങ്ങൾ പോയൊരു ഗുണമുണ്ട് കേട്ടോ, നിങ്ങൾ ഗനീമത്ത് കിട്ടും. അതായത്
നിങ്ങൾ ഈ പോരാട്ടത്തിന് പോകണം, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗനീമത്ത് കിട്ടും എന്ന് പറയാണ്. അതിലൊരു വിശ്വാസിയുടെ പറയുന്ന കേട്ടോ. ആരാ പറയുന്നത്? ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വഅർഗബ ലക റഗ്ബതൻ മിനൽ മാലി സാലിഹ, നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല സമ്പത്ത് കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഫഖുൽതു, അപ്പൊ അംറുല്ലാഹു പറയാണെന്ത്, ഇന്നി ഉസ്ലിം റഗ്ബതൻ ഫിൽ മാൽ, ഇന്നി ലം ഉസ്ലിം റഗ്ബതൻ ഫിൽ മാൽ, ഇന്നമാ അസ്ലംതു റഗ്ബതൻ ഫിൽ ഇസ്ലാം. എന്താ അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഈ സമ്പത്ത് കണ്ടിട്ടല്ലോ ഇസ്ലാമിലേക്ക് വന്നത്. ഞാൻ ഈ ഇസ്ലാമിലേക്ക് വന്നതിന്റെ കാരണം എന്താണ്? റഗ്ബതൻ ഫിൽ ഇസ്ലാം, ഈ ദീനുള്ള മതിപ്പുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്, സമ്പത്ത് ആഗ്രഹിച്ചല്ല, അല്ലെ? അങ്ങനെ പറയുമ്പോൾ ഒരു ഷെയ്മ് ഫീൽ ചെയ്യല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഫഖാൽ ഫകൂനു മഅ റസൂൽ, അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ആവാൻ ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്. യാ അം നിഅമൽ മാലു സ്വാലിഹി ലിൽ മർഇ സാലിഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണോ, നല്ല സമ്പത്ത് നല്ല വ്യക്തികളിലേക്ക് ചേർക്കപ്പെടുക എന്നുള്ള വലിയ അനുഗ്രഹമാണ്. നമ്മൾ ലോകത്ത് വീക്ഷിച്ച് നമുക്ക് മനസ്സിലാവും, സമ്പത്തിന്റെ ഉടമകൾ ഏറ്റവും ദുഷിച്ച മനുഷ്യരായി മാറുമ്പോൾ അതൊരു ലോകക്രമത്തെ എത്രമാത്രം അനീതിയുള്ളതും നീചവുമാക്കി മാറ്റുമെന്നതിന് തെളിവാണ് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? സമ്പത്ത് ആരിലേക്ക് ഒരുമിച്ച് കൂടണം? നല്ല മനുഷ്യരിലേക്ക് സമ്പത്ത് ഒരുമിച്ച് കൂടുമ്പോഴാണ് നല്ല ലോകക്രമത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ലെസൺ ലഭിച്ചിരുന്നു. അടുത്ത് ജീവിച്ച ആളുകൾക്കൊക്കെ നമ്മൾ മരിച്ചു ഏറ്റവും അടുത്ത അനുചരന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അല്ലെ, ഇവരൊക്കെ പഠിച്ചു നോക്കാം നമ്മള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏറ്റവും കാലം ജീവിച്ച ഭൃത്യനുണ്ട്. ആരാണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അല്ലെ? അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉമ്മു സുലൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, അനസുൻ ഖാദിമുക അദ്ഉല്ലാഹു ലഹു ഉദ്ഉല്ലാഹു ലഹു. അള്ളാഹു നബിയോട് പറയാണ്, എന്റെ മോൻ അനസിനെ ഞാൻ നിങ്ങളുടെ ഖാദിമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു, അള്ളാഹുവിനോട് താങ്കൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്താണോ? അല്ലാഹുമ്മ അക്സിർ മാലഹു, പടച്ചോനെ അനസിന് നല്ല സമ്പത്ത് കൊടുക്കണമേ. ആദ്യം പ്രാർത്ഥിക്കുന്നതാണ്. വവലദഹു, നല്ല മക്കളെയും. വബാരിക് ലഹു ഫീമാ ആതൈതഹു, പിന്നെ സമ്പത്ത് കിട്ടിയാൽ മാത്രം പോരാ, ഉള്ളതിൽ അള്ളാഹു ബർക്കത്തും കൊടുക്കണമേ. ബർക്കത്ത് വലിയൊരു സംഭവമാണ്. പിന്നീട് ചരിത്രം പഠിപ്പിക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹു 100 വയസ്സിലധികം ജീവിച്ചു. 100 വയസ്സിലധികം ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 100-ലധികം മക്കളുണ്ട ചരിത്രം പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം വലിയ സമ്പത്തിനുടമയായിരുന്നു. എത്രത്തോളം വെച്ച് കഴിഞ്ഞാല് അനസ് റളിയല്ലാഹു അൻഹുവിനെ പലരും ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യും? പാർട്ട്ണറായി ചേർക്കും. ഇൻവെസ്റ്റ് ഒന്നും ചെയ്യണ്ട, അനസ് കൂടെ ഉണ്ടെങ്കിൽ ഒരു ബർക്കത്ത് എന്ന് അവർ വിശ്വസിച്ചിരുന്നത്. എന്ന് പറഞ്ഞാല് ഇതാണ് ഇസ്ലാം സമ്പത്തിനെ കുറിച്ചുള്ള ഒരു അപ്രോച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു രസകരമായ ഒരു സംഭവം, ഒരിക്കല് അന്ന ഫുഖറാഅൽ മുഹാജിരീൻ അത്തൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കല് മുഹാജിരിങ്ങളായ അല്ല ഫക്കീറുകളായ മുഹാജിരിങ്ങൾ അവരെന്ത് ചെയ്യുന്നു? ദരിദ്രന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് കംപ്ലൈന്റ് പറയാണ്, ദഹബ അഹ്ലു ദുസൂരി ബിൽ ജൂർ, അല്ലാഹുവിന്റെ ഹബീബേ, ഈ പൈസക്കാരൊക്കെ പ്രതിഫലം കൊണ്ടുപോയി. യുസല്ലു, അപ്പൊ ചോദിച്ചു, ഒമാദാക്ക, അതെങ്ങനെ അങ്ങനെ പറയുന്നത്? എന്താ പൈസക്കാരൊക്കെ പ്രതിഫലം കൊണ്ടുപോയത്? യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂമ വയതസദ്ദഖൂന വലാ നതസദ്ദഖു. നമ്മൾ പ്രത്യേകം ആലോചിക്കണം കേട്ടോ. ഏതെങ്കിലും പൈസക്കാരനെ കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് ഞങ്ങളെപ്പോലെ നമസ്കരിക്കുന്ന, ഞങ്ങളെപ്പോലെ എന്ത് ചെയ്യുന്ന, നോമ്പ് നോൽക്കുന്ന, ഞങ്ങളെപ്പോലെ ഇബാദത്തുകളിൽ മത്സരിക്കുന്ന സമ്പത്തുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അവർക്കൊരു വ്യത്യാസമുണ്ട്. അവർക്ക് സ്വതക്ക ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അവര് അടിമകളെ മോചിപ്പിക്കും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം അവർക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാം, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ അതായത് അവരൊക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ നമസ്കാര ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുക. അങ്ങനെ അവർ തിരിച്ചു പോയിട്ടോ. അങ്ങനെയാണ് പിന്നെയും അവര് കംപ്ലൈന്റ് ആയിട്ട് വരുന്നു, അല്ല നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങളെന്താ വീണ്ടും വരുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ആ സമ്പന്നരുടെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കണം കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത്, അള്ളാഹുവിന്റെ ഹബീബെ, താങ്കൾ പറഞ്ഞത് അവരും കേട്ടു, താങ്കൾ പറഞ്ഞത് അവരും കേട്ടു, അവരത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും ഞങ്ങൾക്കിടയിൽ വ്യത്യാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണോ, ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മയ്യശാ, അങ്ങനെ ആ ഹദീസിൽ പറയുന്നത്. ദാലിക അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന, നമ്മ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിൽ ഇതുണ്ട്. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മയ്യശാ, അതവർക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേക അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം എന്താ കുറിച്ച് പറയുന്നത്? അവർക്ക് കൊടുത്ത സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹു കൊടുത്ത സവിശേഷമായ അനുഗ്രഹമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരന്മാരെ, സഹോദരിമാരെ, യഥാർത്ഥത്തില്
ഇസ്ലാമിക സമൂഹം ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടതുണ്ട്. ഉയർന്നു നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടച്ചവനോട് ദുആ ചെയ്താൽ മാത്രം സംഭവിക്കില്ല, മറിച്ച് ദുആ ചെയ്യുമ്പോൾ അതിലേക്ക് എത്താനുള്ള വഴികൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടതുണ്ട്. ലോ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, അല്ലാഹുൽ തവക്കുൽ ചെയ്യേണ്ട വിധം നമ്മൾ തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളായാൽ നിങ്ങളായിരിക്കും ഉന്നതർ, നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്ക്, ലോക ചരിത്രത്തിൽ നിന്ന് ഏറ്റവും വലിയ സമ്പന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൻസ മൂസ എന്ന് പറയുന്ന മാലിയിലെ രാജാവാണ്. അദ്ദേഹത്തിന്റെ ഹജ്ജ് ചരിത്രം മാത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 100ഓളം ഒട്ടകങ്ങളിൽ 300 പൗണ്ടോളം ഗോൾഡുകൾ വഹിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കൈറോയിലൂടെ യാത്ര ചെയ്യുന്ന വലിയൊരു ഹജ്ജ് യാത്ര വരെയുണ്ട്. ലോകത്തെ അതിസമ്പന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ തന്നെ മുസ്ലിമായ മൻസ മൂസ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ അർത്ഥത്തിൽ ദീനിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതനുസരിച്ച് ചില ആക്ഷനുകൾ നമ്മൾ എടുക്കണം. നമ്മളിൽ നിന്ന് നല്ല ഓണ്ടർപ്രണേഴ്സ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഹലാലായ രീതിയിൽ നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കണം. ഇവിടെ നമ്മളെ വ്യതിരിക്തമാക്കുന്ന ഒരു സംഗതി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, സമ്പത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും ബർക്കത്തും കൂടി വേണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പത്ത് വർദ്ധിക്കാൻ ഒരു വഴി പറഞ്ഞു എന്താണോ, മൻ അഹബ്ബ അൻ യുബ്സത ഫീ റിസ്ഖിഹി ഔ യുൻശഅ ഫീ അത്രിഹി, തന്റെ റിസ്ക്കിൽ വർധനവുണ്ടാകാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ ആയുസ് ദീർഘിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്, വല്യസിൽ റഹ്മഹു, കുടുംബബന്ധങ്ങൾ ചേർക്കണം. ഇത് മറക്കാൻ പാടില്ല. പൈസ ഉണ്ടാക്കുമ്പോൾ കുടുംബത്തെ മറക്കാൻ പാടില്ല. അതേപോലെ തന്നെ പറഞ്ഞു സൂറത്തുൽ നൂഹിൽ പറയുന്നുണ്ട്, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാർ തേടുക. നിങ്ങൾക്ക് എന്താ കിട്ടുക, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്തും മക്കളും വർദ്ധിപ്പിച്ചു തരുന്ന ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമ്പത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ നോഷൻ ക്യാപിറ്റലിസ്റ്റുകളോട് നിങ്ങൾ ചോദിച്ചാൽ മതി, പാവങ്ങളെ സഹായിക്കണ്ടേ? അപ്പൊ അവരെന്താ പറയാന്നോ, എന്തിനാ പാവങ്ങളെ സഹായിക്കുന്നത്? ഖുർആനില് ഇത്തരം കുഫാരികൾ ആളുകളുടെ പ്രയോഗം നടത്തുന്നുണ്ട്. അവരോട് നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ അവർ പറയണ്ട, ഞങ്ങൾ എന്തിനാ ചെലവഴിക്കുന്നത്? കാരണം അള്ളാഹുകൾക്ക് കൊടുക്കേണ്ടതാണ് പറഞ്ഞത്. അള്ളാഹു കൊടുക്കാത്ത ആളുകൾക്ക് അത് ലോജിക്കലി ഭയങ്കര പ്രയോഗമാണ്. ഓൾക്ക് കൊടുക്കേണ്ട തീരുമാനിച്ചാരാ? അല്ലല്ലേ? പിന്നെന്തിനാ നമ്മൾ കൊടുക്കുന്നത്? ഇതാണ് അവരുടെ ലോജിക്ക്. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ച എന്താണ്, സൂറത്തുൽ ഹജ്ജിൽ പഠിപ്പിക്കുകയാണ്, സമ്പത്ത് ഒരിക്കലും നിങ്ങളുടെ സമ്പന്നരിൽ മാത്രം ഒരുമിച്ച് കൂടാനുള്ളതല്ല, മറിച്ച് സമൂഹത്തിലെ എല്ലാ അവകാശികളിലേക്കും അത് എത്തേണ്ടതുണ്ട്. ഇത് അങ്ങനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സമ്പത്തിൽ കുറക്കൂല, അത് വർധന ഉണ്ടാക്കുന്ന പറയുന്ന ഒരു ഭൗതികവാദിക്കും മനസ്സിലാവാത്ത തിയറിയും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമൂഹത്തിന് ഈ ലോകത്ത് ഏറ്റവും ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസാഇൽ മുഅ്മിനീന മിൻ കുല്ലി ദം അസ്തഗ്ഫിറു ഇന്നഹുൽ ഗഫൂറുർ റഹീം.